നമസ്തേ. ഞാൻ ശ്രീരേഖ. റെക്കമെൻഡ് ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മിക്കവർക്കും ഒരു സംശയമുണ്ട്. തലയിൽ ചൊറി പോലെ വരുന്നുണ്ടല്ലോ. ചൊറി പോലെ കുരുക്കൾ പോലെയൊക്കെ വരും. അത് കഴിഞ്ഞ് അത് അവിടെ ഇരുന്ന് വലുതായി വലുതായി വരും. പിന്നെ മുടി കൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ കുരുക്കൾ പോവാനായിട്ട് എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പോൾ ഈ കുരുക്കൾ ചൊറി പോലെയുള്ളതൊക്കെ പോവാനായിട്ട് ഞാൻ മറ്റേ ആര്യവേപ്പിൻ്റെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആര്യവേപ്പ് ഇനി ആര്യവേപ്പ് കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ തേക്കുന്ന ഏത് എണ്ണയാണോ നിങ്ങൾ തേക്കുന്ന അവരവർ തേക്കുന്ന എണ്ണ, ആ എണ്ണ അല്പം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെറു ചൂടോടുകൂടി ആ കുരുക്കൾ എവിടെയാണോ ചൊറി എവിടെയാണോ അവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഈ കുരുക്കളുള്ളിടത്ത് മാത്രം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ അല്പം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള അത്ര എടുക്കാം കേട്ടോ. മൈലാഞ്ചി, അതുപോലെ അല്പം നെല്ലിക്കപ്പൊടി, ഇത് മാത്രം മതി കേട്ടോ. ഈ അരിവേപ്പിൻ്റെ ഇലയോ അല്ലെങ്കിൽ പൊടിയോ കിട്ടാത്തവർ ഇതുപോലെ എണ്ണ ചൂടാക്കിയിട്ട് ചൊറിയുള്ളിടത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അല്പം മൈലാഞ്ചിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി, ഇത് രണ്ടും കൂടി വെറുതെ വെള്ളത്തിൽ പേസ്റ്റ് പോലെ ആക്കാം. എന്നിട്ട് തലോട്ടിലും പ്രത്യേകിച്ചും ആ ചൊറി എവിടെയാണോ അവിടെ കൂടുതൽ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള പൊടി നമുക്ക് മുടിയിലേക്കും അപ്ലൈ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ കുരുവൊക്കെ പോകും. ചിലപ്പോൾ നമുക്ക് പലതരത്തിൽ കുരുക്കൾ വരാം. എന്തെങ്കിലും അലർജി ആയിട്ട് വരാം, അല്ലെങ്കിൽ ഡസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ട് വരാം. അഴുക്കിരുന്നാലും ചൊറി വരും. പിന്നെ പാൻ ഉണ്ടെങ്കിലും ചൊറി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ചൂട് കാലാവസ്ഥയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഇതുപോലെ കുരുക്കൾ വരും. അപ്പോൾ പലതരത്തിലായിരിക്കും ഈ തലമുടിയിലൊക്കെ നമുക്ക് തലയിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഇത് അതുപോലെ ഈ കായ വന്നില്ലേ, നമുക്ക് ചിലർ പറയില്ലേ ഈറനോടുകൂടി കെട്ടി വയ്ക്കുമ്പോൾ കായ പോലെ വരും, കുരുകുരാന്നുണ്ടാവും. അവിടെ വെച്ച് മുടി പൊട്ടിപ്പോവും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതും നല്ലതാണ്. ഈ മൈലാഞ്ചിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കപ്പൊടിയും കൂടിയുള്ള ഈ പേസ്റ്റ്, അത് ഏറ്റവും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇത് ആഴ്ചയിൽ 2 ദിവസം അടുപ്പിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആ ചൊറിയുടെ ഒക്കെ വലിപ്പമൊക്കെ കുറയും. നമുക്ക് നല്ല ആശ്വാസം കിട്ടും കേട്ടോ. ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പേനാണെങ്കിലും അത് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ മാറിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഈ സംഭവങ്ങൾ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. സ്കാൽപ്പിലൊക്കെയുള്ള കുരുക്കൾ, ചൊറിച്ചിൽ, ഇതൊക്കെ പോകാനായിട്ട്, ചൊറിച്ചിലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം പോകാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അത് നമ്മൾ ഏതെണ്ണയാണോ അവരവർ ഉപയോഗിക്കുന്ന എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൊറിയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഈ പറഞ്ഞ പേസ്റ്റ്, ഹെന്ന പൗഡറും ആംല പൗഡറും കേട്ടോ, മൈലാഞ്ചി, നെല്ലിക്കപ്പൊടി, ഓരോരുത്തർക്ക് എന്തോരം വേണോ അത്ര അളവ് എടുക്കാം. സമം എടുക്കാം. 1 സ്പൂൺ ആണെങ്കിൽ മൈലാഞ്ചി ആണെങ്കിൽ 1 സ്പൂൺ നെല്ലിക്കപ്പൊടി, അങ്ങനെ 2 ഈക്വലായിട്ട് എടുത്താൽ. ഇനി 2 ആണെങ്കിൽ 2. അപ്പോൾ ഒരേപോലെ എടുത്തോളൂ മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും. എന്നിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തല തേക്കാം. അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇരട്ടി മധുരം കിട്ടുമെങ്കിൽ, ഇനി ഇരട്ടി മധുരം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇരട്ടി മധുരം കിട്ടാൻ ചാൻസ് ഉള്ളവർ അത് ഇതിൻ്റെ ഇപ്പോൾ നമ്മളൊരു 1 സ്പൂൺ, രണ്ടാണെങ്കിൽ ഇത് ഇരട്ടി മധുരം 1 സ്പൂൺ ചേർത്ത്, അതും ബെസ്റ്റാണ് കേട്ടോ. ഇരട്ടി മധുരവും ബെസ്റ്റാണ്. ഇനിയിപ്പോൾ അത് കിട്ടാനില്ലെങ്കിൽ വേണ്ട, ഇത് രണ്ടും മതി. കയ്യിലുള്ളവർ ഇരട്ടി മധുരവും കൂടി ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തേച്ചോളൂ. ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഇതുപോലെയുള്ള കുരുക്കളൊക്കെ മിക്കവരുടെയും തലയിൽ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മളെ ഈ പൊടി വന്നിരുന്നാൽ ഇതുപോലെ ചെളിയൊക്കെ ആയിട്ട് നമുക്ക് കുരുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചൂട് കൊണ്ട് വരാം. പിന്നെ മുടി കെട്ടി വെക്കുന്നതുകൊണ്ട്, ഇറമുടി കെട്ടി വെച്ചാലും ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഏറ്റവും സൂപ്പറാണ് കേട്ടോ. നല്ല സുഖം കിട്ടും തലമുടിയിലും തലയ്ക്കൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ കേട്ടോ. മുടിയാണെങ്കിൽ നല്ല സിൽക്കി ആയിട്ട് വരും. അതുപോലെ ഇത് തേക്കുമ്പോൾ, ഈ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും തേക്കുമ്പോൾ നമ്മൾ വേറെ എണ്ണ കളയാനൊന്നും വേറെ ഒന്നും തേക്കണ്ട, താളിയൊന്നും തേക്കണ്ട. ഇത് മതി. ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുക. മുടിയിലെ അഴുക്കുകളൊക്കെ പൊക്കോളും കേട്ടോ.
ഇത് ഇനിയിപ്പോൾ അഴുക്ക് കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ എണ്ണ ഇരുന്ന്, ഞാൻ പറയാറുണ്ടല്ലോ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് എണ്ണ ഒരുപാട് തലമുടിയിലും തലയിലൊക്കെ ഉണ്ടെങ്കിൽ പുറമേ ഉള്ള പൊടിപടലങ്ങൾ പെട്ടെന്ന് കയറി പിടിക്കും. ശരിക്കും നമ്മൾ ഇത് എണ്ണ തേക്കുന്നത് ഈ മുടിക്ക് ആവരണമായിട്ടാണ്. അതായത് നമ്മൾ ഈ പുറമേ ഉള്ള പൊടിപടലങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും എണ്ണ തേക്കുന്നത്. ഈ ലെയറിലൊന്നും പൊടി വരാൻ പാടില്ല. പക്ഷെ ഇത് ഓവർ ആവാണെങ്കിൽ പൊടി പിടിച്ചിരുന്നാൽ പിന്നെ പോകൂല മുടിയിലൊക്കെ. അപ്പൊ അതുകൊണ്ടിട്ടാണ് പുറത്ത് നമ്മൾ എപ്പോഴും സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ അധികം വേണ്ട എന്ന് പറയാൻ കാരണം കേട്ടോ. എണ്ണയും അതുപോലെ ഇപ്പോൾ ഈ വർഷക്കാലത്തൊക്കെ ആണെങ്കിൽ തന്നെയും എണ്ണ ഇരുന്നിരുന്നിരുന്ന് പിന്നെ ഈറൻ മുടിയിൽ എണ്ണ ഇരുന്ന് ഉണങ്ങാതെ വരുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും മുടിക്ക്. അതങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ചൊറി പോലെയുള്ള സംഭവങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ നമുക്ക് വർഷക്കാലത്തെ മുടി എപ്പോഴും ഉണങ്ങുന്ന തരത്തിൽ വേണം മുടി കെയർ ചെയ്യാനായിട്ട് നമ്മൾ കേട്ടോ. ഇതിപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, നമ്മൾ ഉണങ്ങിയില്ലെങ്കിൽ മുടിക്ക് ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ. അപ്പൊ ഈ പൊടിയും കൂടി ഇരിക്കുമ്പോൾ പറയേ വേണ്ട. ചിലവര് ഉണ്ടല്ലോ കാറച്ച മണമൊക്കെ വരും എണ്ണ ഇരുന്നിരുന്നിരുന്ന്. അപ്പൊ അതുകൊണ്ടിട്ടാണ് പറയുന്നത് വർഷക്കാലത്തൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കാം കേട്ടോ. തൊട്ടുപിടുത്തം അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് പോവാത്ത സമയത്ത് വീട്ടിലിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒരുപാട് തേച്ചൊക്കെ നിൽക്കാം കേട്ടോ. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് മഴയും അതുപോലെ വെയിലൊക്കെ കൂടി മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ പെട്ടെന്ന് കയറി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ ഈ സമയത്ത് ചൂട് കൊണ്ടും കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും നമുക്ക് പല വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാം കേട്ടോ. മിക്കവർക്കും കുരുക്കളുണ്ട് തലയില്. അപ്പോൾ അത് സംശയം ചോദിച്ചു. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇത് പ്രത്യേകിച്ച് ഇത് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളവര് ഇത് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വിറ്റാമിൻ കുറവുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ ഡോക്ടറോട് പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ തൈറോയിഡ് ഷുഗറൊക്കെ ഉള്ളവർ മരുന്ന് കഴിക്കാം. പിന്നെ ഷുഗർ പേഷ്യൻസ് കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. ചിലവര് ഈ വേറെ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഓവർ ഷുഗർ ഉള്ളവർ മരുന്ന് കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മിക്ക കേസിലും ഷുഗർ കൂടുന്നവർക്കാണ് പെട്ടെന്ന് ഷുഗർ കൂടി ഉള്ളവരാണ് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയി പോകാൻ കാരണം. അവർക്ക് ഷുഗർ ഡൗൺ ആവും. കാരണം എന്താന്ന് വെച്ചാൽ അവർ ഷുഗർ ഡൗൺ ആവാനുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നുണ്ടാവും. കഴിച്ചിട്ട് ഭക്ഷണം അതുപോലെ കഴിച്ചില്ലെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാൽ ഉള്ള ഷുഗർ നല്ലോണം അങ്ങോട്ട് ഡൗൺ ആയി പോകും. അപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ലോ ഷുഗറായിട്ട് മാറും. തലചുറ്റൽ വരും, ബോധക്കേട് വരും, വയർത്ത് വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ ചിലവർക്ക് 2 നേരമായിരിക്കും ഷുഗറിന്റെ മരുന്ന് കഴിക്കാനുണ്ടാവുക. അപ്പോൾ അവര് നിർബന്ധമായിട്ടും ഭക്ഷണം കഴിക്കണം. കാരണം ഭക്ഷണം കഴിച്ചില്ല, നമ്മൾ ഷുഗറിന്റെ മരുന്ന് മാത്രമേ കഴിച്ചുള്ളൂങ്കിൽ ഉള്ള ഷുഗർ വരെ കുറയാൻ ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ലോ ഷുഗർ വന്നാൽ അത് തലകറക്കം അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ആപത്ത് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വളരെ ശ്രദ്ധിക്കുക. കാലി വയറ്റിലാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ചിലവര് മരുന്ന് കഴിക്കും പക്ഷെ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുക കേട്ടോ. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തലചുറ്റൽ പെട്ടെന്ന് ഷുഗർ ലോ ആയി. മിക്ക കേസിലും കേട്ടിട്ടുണ്ടല്ലോ ഷുഗർ പേഷ്യൻ്റ് ആയിരിക്കും പെട്ടെന്ന് തന്നെ ലോ ഷുഗറായിട്ട് വരുന്നുണ്ട്. അത് കാരണം അതാണ്, മരുന്ന് കഴിക്കും പക്ഷെ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബോധക്കേടൊക്കെ വരും, ഓർമ്മക്കുറവ് വരും, ശരീരം വയർക്കും. അങ്ങനെ പല അനുഭവം ഉണ്ട് കേട്ടോ. പല ആൾക്കാർക്കും അതുപോലെ അനുഭവം ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഷുഗർ കൂടിയിട്ടാണോ? ആയിരിക്കില്ല. ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നതനുസരിച്ച് നമ്മൾ ഫുഡ് കഴിച്ചോളണം കേട്ടോ. വേണ്ട ഫുഡൊക്കെ കഴിക്കാം, ഓവറായിട്ടല്ല. നമുക്ക് പിടിച്ചു നിൽക്കാം. അതായത് ഡൗൺ ആവുമ്പോൾ നമുക്ക് ശരീരത്തിൽ വേണ്ട ആ ശക്തി കിട്ടണം അല്ലേ. അപ്പൊ അതിന് ആഹാരം കഴിച്ചേ പറ്റൂ. ആഹാരം കഴിക്കാതെ ഷുഗറിന്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഡൗൺ ആവും. അതാണ് മിക്ക കേസും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പം എന്തെങ്കിലും പെട്ടെന്ന് പ്രശ്നം വരുമ്പോൾ ഷുഗർ ഡൗൺ ആയതാ കാരണം എന്ന് പറയും. കാരണം എന്താ? ഇത് തന്നെയാ, ഭക്ഷണം കഴിക്കാതെ ഗുളിക മാത്രം കഴിക്കും കേട്ടോ. അപ്പൊ അത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കൊക്കെ വരും. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കാം കേട്ടോ. ഒരിക്കലും നിങ്ങൾ മരുന്ന് മാത്രം കഴിച്ചിട്ട് പോകരുത് കേട്ടോ. ഭക്ഷണവും കഴിക്കാം, എന്നിട്ട് വേണം
ഇപ്പോൾ ചിലപ്പോൾ ഈ അമ്പലങ്ങളിൽ പോകുന്നവരുണ്ടാകും. അവർ ചിലപ്പോൾ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകും. പക്ഷെ അവിടെ ചെന്ന് തൊഴുത് നമ്മൾ നടത്തമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തട്ടും കേട്ടോ. അപ്പോൾ ഷുഗറിൻ്റെ ഓൾറെഡി മരുന്നും കഴിച്ചിട്ടുണ്ടാവും, ഫുഡും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ പറ്റുക? തലകറക്കം വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും അനുഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്, പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ട് അതുകൊണ്ടിട്ട് പറയുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിക്കുക. അമ്പലത്തിൽ പോകുന്നവരാണെങ്കിലും ഒന്നില്ലെങ്കിൽ വന്നിട്ട് കഴിക്കാൻ മരുന്ന് കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് ബിഫോർ ആയിരിക്കും പറയാ കഴിക്കാൻ, മിക്കവർക്കും ബിഫോർ ആയിരിക്കും. പക്ഷെ ഉടനെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാം കേട്ടോ. ഇങ്ങനെ അനുഭവമുള്ളവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരം ശ്രദ്ധിക്കാം. അതുപോലെ വേണ്ട പച്ചക്കറികൾ കൂടുതൽ കഴിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് നമ്മളുടെ മുടിയൊന്നും കൊഴിഞ്ഞു പോവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക എല്ലാവരും. ഇതുപോലെ തന്നെ വേനൽക്കാലത്തും എന്താ ചെയ്യേണ്ടത് അതും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെയൊക്കെ ചെയ്യുക. മുടി കെയർ ചെയ്യുക, മുടി കോംപ് ചെയ്യരുത്, ഈറൻ മുടി. ഇതൊക്കെ എന്നും പറയുന്നതാണ്, എന്നാലും ഞാൻ പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ് ഒന്നുകൂടി കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക, സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം, എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചിട്ട് പോവാം കേട്ടോ. ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.